Hi dears, welcome back to Ladies Planet. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വെറും 2 ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. നമ്മൾ മുറുക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാറില്ലേ, ആ ഒരു രീതിയിൽ നല്ലൊരു കറുമുറായിട്ടുള്ളൊരു സ്നാക്കാണ്. എന്നാൽ മുറുക്ക് പോലെ ഒരുപാട് ദിവസം ഉണ്ടാക്കി സൂക്ഷിച്ചു വെക്കാനൊന്നും പറ്റൂല കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയിട്ടുള്ള, നമ്മൾ സാധാരണ സ്നാക്സൊക്കെ ചെയ്യുന്ന പോലെ ഉണ്ടാക്കി അന്ന് തന്നെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്കാണ്. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ സ്നാക്ക് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. ഈ ഒരു സ്നാക്ക് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഈ വലുപ്പത്തിലുള്ള 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കാം. ഉരുളക്കിഴങ്ങ് ചേർത്തതുകൊണ്ടാണ് കേട്ടോ മുറുക്ക് പോലെ ഒരുപാട് നാൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിലേക്ക് ഇത് മുങ്ങാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് പ്രഷർ കുക്കറിൽ 2 വിസിൽ വരുന്ന സമയത്ത് 5 മിനിറ്റ് ലോ ഫ്ലെയിമിലും കൂടെ വെക്കുക. ഇത് നല്ലതുപോലെ ഉടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലപോലെ വേവിച്ചെടുക്കണം. ഉരുളക്കിഴങ്ങ് നമ്മൾ തൊലിയൊക്കെ മാറ്റി തണുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക. നോക്കൂ, ഇതുപോലെ കട്ടയൊന്നും ഇല്ലാതെ ഉടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് വിസിൽ വരുന്ന സമയത്ത് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കൂടെ വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകും മല്ലിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കുരുമുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അവിലാണ് കേട്ടോ. ഞാനിവിടെ വെളുത്ത അവിൽ എടുത്തിട്ടുണ്ട്, 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. സാധാരണ ബ്രൗൺ കളറിലുള്ള അവിലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് നമുക്ക് നല്ല ഫൈൻ പൗഡറാക്കി എടുക്കണം. നല്ല പൗഡറാക്കി എടുക്കണം കേട്ടോ. കട്ടയൊന്നും ഇല്ലാതെ, അവലിൻ്റെ കഷ്ണങ്ങളൊന്നും ഇല്ലാതെ നല്ലതുപോലെ പൊടിച്ചെടുക്കണം. ഈ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഇവിടെ പൊടിച്ചു വെച്ചിട്ടുള്ള അവിൽപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ നനവിൽ തന്നെ എനിക്കിത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇതുപോലെ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഓരോ പിടി എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് റോൾ ചെയ്തിട്ട് നീളത്തിലാണ് കേട്ടോ ഞാൻ ആക്കിയെടുക്കുന്നത്. ഷേപ്പൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഇത് റെഡിയാക്കുന്നത്. നമ്മൾ കുറുക്കുറയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഷേപ്പിൽ കാണുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും. ഇതുപോലെ ആണെങ്കിലാണ് നല്ലതുപോലെ മൊരിഞ്ഞ് കിട്ടുക. നമ്മൾ റൗണ്ട് ഷേപ്പിലാവുമ്പോൾ അങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് അതിൻ്റെ പുറം ഭാഗം മാത്രമേ മൊരിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ എല്ലാം ഒരുപോലെ ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ എണ്ണ നല്ല പോലെ ചൂടാക്കി എടുക്കണം. നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. ഉരുളക്കിഴങ്ങല്ലേ. നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്കിത് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരുപാട് സമയം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ ഒരു ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ തന്നെ ഇത് നല്ല പോലെ വെന്ത് കിട്ടും. ഇതങ്ങനെ ഒരുപാട് വെന്ത് കിട്ടാനൊന്നുമില്ല. അവിലൊന്നും മൊരിഞ്ഞു വന്നാൽ മതി. ഉരുളക്കിഴങ്ങ് നമ്മൾ ഓൾറെഡി വേവിച്ചതല്ലേ, അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. നോക്കൂ, നമ്മുടെ ഈ ഒരു സ്നാക്ക് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വെറും 2 ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഈ ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇൻഗ്രീഡിയൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് ടേസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും. ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ മുറുക്കൊക്കെ കഴിക്കുന്ന പോലെ നല്ല ടേസ്റ്റാണ്. ഒരു കറുമുറ സ്നാക്കാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്